ഹായ് നമസ്കാരം. നമ്മളിന്ന് കടലപ്പായസം ഉണ്ടാക്കുന്നത് എങ്ങനെയെന്നുള്ള വീഡിയോ ആണ് ചെയ്യുന്നത്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പായസം വയ്ക്കാൻ എടുത്തിരിക്കുന്ന 1 കിലോ കടലപ്പരിപ്പാണ്. ഇത് കുതിർക്കാത്ത കടലപ്പരിപ്പാണ് ഇന്ന് എടുത്തിരിക്കുന്നത്. കുതിർക്കുകയാണെങ്കിൽ 2 മണിക്കൂർ മുമ്പ് വെള്ളത്തിലിട്ട് കുതിർത്തെടുത്താൽ പെട്ടെന്ന് വെന്ത് കിട്ടും. ഇത് കുതിർക്കാത്തതാണ്. കൂടുതൽ സമയം നമ്മൾ വേവിക്കാൻ വയ്ക്കണമെന്നേ ഉള്ളൂ. ഇത് 2-3 വെള്ളത്തിൽ നന്നായി കഴുകുക. എന്നിട്ട് ഇതെല്ലാം കൂടി കുക്കറിലിടുക. കുതിർക്കാത്തതായതുകൊണ്ട് നമ്മൾ കടലപ്പരിപ്പിൻ്റെ ഇരട്ടി വെള്ളം ഒഴിച്ച് വേണം വയ്ക്കേണ്ടത്. എന്നാൽ കുതിർത്തതാണെങ്കിൽ നമ്മൾ വെള്ളം ഈ കടലപ്പരിപ്പ് നിമർന്ന് കിടക്കുന്ന കണക്കിനുള്ള വെള്ളം മാത്രം വച്ചാൽ മതിയാകും. കുക്കർ ഗ്യാസിലോട്ട് വെച്ച് ഗ്യാസ് കത്തിക്കുക. ആദ്യം വിസിൽ കേൾക്കുമ്പോൾ നമ്മൾ തീ കുറച്ച് സിമ്മിലേക്ക് ഇടുക. സിമ്മിലേക്ക് ഇട്ടതിന് ശേഷം ഒരു 3-4 വിസിൽ പിന്നെയും കേൾക്കുന്നത് വരെ വച്ചതിന് ശേഷം തീ ഓഫ് ചെയ്യാം. കുക്കർ ഓഫ് ചെയ്തു. ഇനി ഇത് തണുക്കട്ടെ. തണുത്ത് കഴിയുമ്പോഴേ നല്ലതുപോലെ വേവുള്ളൂ. ആ സമയത്ത് നമുക്ക് പായസത്തിന് ആവശ്യമായ മറ്റ് ചേരുവകൾ റെഡിയാക്കാം. ഒരു ഉണക്ക തേങ്ങ, വെള്ളം വറ്റിയ തേങ്ങ എടുക്കുക. അത് പൊട്ടിച്ച് അതിൽ നിന്ന് ചിരട്ടയിൽ നിന്ന് തേങ്ങ ഇളക്കി ഒരു പാത്രത്തിലേക്ക് വയ്ക്കുക. അടുത്ത നമുക്ക് ഏലക്ക, ചുക്ക് എന്നിവ ആവശ്യത്തിന് എടുക്കുക. എടുത്തൊരു പാത്രത്തിലിട്ട് നമ്മൾ വെയിലത്ത് വെച്ച് ഉണക്കാൻ വയ്ക്കുക. അടുത്ത നമ്മൾ പായസത്തിന് ആവശ്യമായ പാൽ തയ്യാറാക്കുകയാണ്. ഇതിവിടെ ഞാൻ 1 കിലോ കടലപ്പരിപ്പുള്ളത് കൊണ്ട് 4 തേങ്ങയാണ് എടുത്തത്. 4 തേങ്ങയും പൊട്ടിച്ച് അത് ചിരകിയെടുക്കെത്തു. എന്നിട്ട് ഇതിൽ നിന്നും നമ്മൾ പാലെടുക്കും. സാധാരണ നമ്മൾ 3 തവണയാണ് പാലെടുക്കുന്നത്. അപ്പോൾ ആദ്യം എടുക്കുന്ന നല്ല കട്ടി കൂടിയ പാൽ, അത് നമ്മൾ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നന്നായി തേങ്ങ തിരുമ്മി അതിൽ നിന്ന് കൈകൊണ്ട് തിരുമ്മി അതിൽ നിന്ന് പാൽ എടുത്ത് ഒരു അരിപ്പ് വെച്ച് അരിച്ച് നമ്മൾ വൃത്തിയായിട്ട് എടുക്കുന്നു. അതായത് അതിൻ്റെ കൊത്ത് വീഴാതെ എടുത്ത് ഒരു പാത്രത്തിലേക്ക് വീത്തി വയ്ക്കുന്നു. നമ്മൾ കൈ കൊണ്ട് മാത്രം എടുക്കുമ്പോൾ പാൽ അത്രയും കിട്ടണമെന്നില്ല. അപ്പോൾ ബാക്കിയുള്ളത് നമുക്ക് ഒരു തവണ മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കാം. അത് 2 തവണയായിട്ട് ആ പാലെടുത്ത് വയ്ക്കാം. അതിനുശേഷം നമ്മൾ ഉണക്കാൻ വെച്ചെടുത്ത ഏലക്കായും ചുക്കും എടുക്കാം. അപ്പോൾ ഏലക്ക നമ്മൾ തൊലി കളഞ്ഞാണ് എടുത്തത്. അങ്ങനെ ആ ഏലക്കായും ചുക്കും വെവ്വേറെ പൊടിക്കുക. ഏലക്ക നന്നായി പൊടിയുക. അതിൻ്റെ കൂടി 1 സ്പൂൺ പഞ്ചസാരയും കൂടി ചേർക്കുക. അങ്ങനെ നന്നായി പൊടിഞ്ഞ് കിട്ടും. അടുത്തതായി നമുക്ക് കുക്കറിൽ വേവിക്കാൻ വെച്ചാൽ കടലപ്പരിപ്പ് തുറന്ന് നോക്കാം. ആവശ്യത്തിന് പാകത്തിന് വെന്തിട്ടുണ്ട്. ഇതിപ്പോൾ 1 കിലോ കടലപ്പരിപ്പാണ്. ഈ കടലപ്പരിപ്പിന് 1 കിലോ ശർക്കരയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇനി ആവശ്യമുള്ള സാധനം നോക്കാം. ശർക്കര, നെയ്യ്, 4 തേങ്ങയിൽ നിന്നെടുത്ത പാൽ, 1-ാം പാൽ, 2-ാം പാൽ, 3-ാം പാൽ, പിന്നെ ചുക്ക്, ഏലക്ക പൊടിച്ചത്, ഉണക്ക മുന്തിരി, അണ്ടിപ്പരിപ്പ്, തേങ്ങ ചെറുതായിട്ട് അരിഞ്ഞത്. ഇത് ചിരട്ട തവിയാണ് എടുത്തിട്ടുള്ളത്. ചിരട്ട തവിയാകുമ്പോൾ നമ്മൾ ദേഹത്ത് തെറിക്കാതെ ഇളക്കാൻ പറ്റും. കടലപ്പായസം വയ്ക്കുമ്പോൾ ദേഹത്ത് തെറിക്കാൻ ചാൻസ് കൂടുതലാണ്. അടുത്ത് പായസം വയ്ക്കാനുള്ള തയ്യാറെടുപ്പാണ്. ഉരുളി അടുപ്പിലേക്ക് വയ്ക്കുക. ഉരുളി ചൂടാകുമ്പോൾ അതിൽ കുറച്ച് നെയ്യ് ഒഴിക്കുക. അതിൽ 1 ഗ്ലാസ് തേങ്ങാപ്പാൽ ഒഴിക്കുക. എന്നിട്ട് നമ്മൾ പൊട്ടിച്ച് വെച്ച ശർക്കര അതിലോട്ടിട്ട് ഒന്ന് ഉരുക്കുക. ശർക്കര ഒന്ന് ഉരുകി വരുമ്പോൾ അതിലേക്ക് നമ്മൾ വേവിച്ച് തവി വെച്ച് ഉടച്ച കടലപ്പരിപ്പ് കൂടി അതിലോട്ടിട്ട് നന്നായി ഇളക്കുക. കടലപ്പരിപ്പും ശർക്കരയും നെയ്യും ആയിട്ട് നന്നായി അതിൽ ഒന്ന് ലയിച്ച് വരട്ടെ. ഇനി നമ്മൾ അടുത്ത് ചെയ്യേണ്ടത് നമ്മൾ എടുത്തു വെച്ച ചവ്വരി ഒരു 100-150 ഗ്രാം ചവ്വരി ഉപയോഗിക്കുക. ആ ചവ്വരി കൂടി ഒന്ന് കഴുകി ഇതിലേക്ക് ഇടുക. എന്നിട്ട് ഇതിൽ നന്നായി ഇളക്കുക. അപ്പോൾ നമ്മൾ ദേഹത്ത് ഇത് തിളച്ച് വരുമ്പോൾ നമ്മൾ ദേഹത്ത് തെറിക്കാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മളിതിന് ചിരട്ട തവിയാകുമ്പോൾ നമ്മൾ ദേഹത്ത് തെറിക്കുന്നത് ഒഴിവാക്കാം. ഒരേ കണക്കിന് ഇളക്കാനും പറ്റും. ചിരട്ട തവിയിട്ട് നന്നായി ഇളക്കുക. ഇളക്കി വരുമ്പോൾ ഇത് കടലപ്പരിപ്പ് ഇത് കണ്ടോ, ഇതിപ്പോൾ കുറുകി വരുന്നുണ്ട്. ഇത് വറണ്ട് വരുന്നതാണ്. വറണ്ട് വരുന്നതും നമുക്ക് പിന്നെ ചിരട്ട തവി ഉപയോഗിക്കാൻ പാടാണ്. അപ്പോൾ നമ്മൾ ചട്ടുക എടുക്കുക. നമ്മുടെ കടലപ്രഥമൻ കുറുകി തുടങ്ങിയിട്ടുണ്ട്. ഇതിന് വരട്ടിയാണ് എടുക്കുന്നത്. ഇനി ഇളക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഇനി നമ്മളെ ദേഹത്ത് തെറിക്കില്ല, പക്ഷേ നമുക്ക് ഇളക്കി എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നല്ലതുപോലെ ബലം ഉപയോഗിച്ചാൽ മാത്രമേ ഇളക്കിയെടുക്കാൻ പറ്റുള്ളൂ. ഈ പായസം നമ്മൾ നന്നായി ഇളക്കിയെടുക്കുക. ഇളക്കി അത് നല്ല ഉരുണ്ട് വരും. അവസാനം ചട്ടിയിൽ ഒട്ടുന്നതും തവിയിൽ നിന്ന് വിട്ട് വരാത്ത പരുവത്തിലാവുമ്പോൾ നമ്മൾ എടുത്തു വെച്ചതിൽ നിന്ന് 3-ാമത്തെ തേങ്ങാപ്പാൽ എടുക്കുക. 3-ാം പാൽ ഇതിലേക്ക് എടുത്ത് വീത്തുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് ഇളക്കുക. 3-ാം പാൽ ഒഴിച്ചു. 3-ാം പാൽ നന്നായി മിക്സായി വരികയാണ്. അപ്പോൾ ചട്ടുകം വെച്ച് ഇളക്കുന്നതെന്ന്. ഇനി ഇത് തിളച്ച് തുടങ്ങിയാൽ വീണ്ടും തെറിക്കാൻ സാധ്യത കൂടുതലാണ്. അത് കുമ്പള വന്ന് നമ്മളെ ദേഹത്ത് തെറിക്കാൻ സാധ്യത കൂടുതലാണ്. ഈ സമയം നമ്മൾ ഇനി തിളച്ച് തുടങ്ങുമ്പോൾ നമ്മൾ ചട്ടുകം മാറ്റിയിട്ട് വീണ്ടും ചിരട്ട തവി ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മൾ വരട്ടിയ ശർക്കരയും കടലപ്പരിപ്പും ചേർന്ന മിശ്രിതം ഈ 3-ാം പാലിൽ കിടന്ന് നന്നായി തിളച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഇതിനനുസരിച്ച് ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇല്ലെങ്കിൽ ഇത് അടിയിൽ പിടിക്കാൻ ചാൻസും കൂടുതലാണ്. അപ്പോൾ ഇളക്കി ഇത് തിളയ്ക്കുന്നതനുസരിച്ച് ഇതിൽ ഉണ്ട കെട്ടിയതെല്ലാം മാറുന്നതാണ്.
അപ്പോൾ നല്ല തിള വന്നു കഴിഞ്ഞാൽ നമുക്ക് ചട്ടുകം മാറ്റി തവി തന്നെ ഉപയോഗിക്കണം. കണ്ടോ തെറിക്കുന്നുണ്ട്, അത് നമ്മൾ ചുവരിലൊക്കെ തെറിച്ചതാണ് കാണിക്കുന്നത്. നമ്മുടെ ദേഹത്തും വീഴും, ദേഹത്ത് വീണാൽ പൊള്ളും. അപ്പോൾ നമ്മൾ ചിരട്ട തവി ആവുമ്പോൾ നമ്മൾ ഒരേ കണക്കിന് ഇളക്കാൻ എളുപ്പമാണ്, നമ്മളെ ദേഹത്ത് തെറിക്കാനും ചാൻസ് കൂടുതലാണ്. നല്ല നീളമുള്ള തവിയാണ്, അതുകൊണ്ട് നമുക്ക് അത്രയും ഡിസ്റ്റൻസ് ഉള്ളത് കൊണ്ട് നമ്മളെ ദേഹത്ത് തെറിക്കുന്നത് കുറയ്ക്കാൻ പറ്റും. തവി വെച്ച് ഇളക്കി ഇതിപ്പം നമ്മൾ ഇളക്കുന്നതനുസരിച്ച് കടലപ്പരിപ്പ് പായസം കുറുകി വരികയാണ്. ഇപ്പോൾ ഒന്നാം പാൽ ഒഴിച്ച് കുറുകി വന്നപ്പോൾ നമ്മൾ ഇതിൽ കൂടി രണ്ടാം പാലും ഒഴിച്ചിട്ടുണ്ട്. രണ്ടാം പാലും ഒഴിച്ച് ഇത് നന്നായി കുറുക്കിയെടുക്കുന്നത്. ഇപ്പോൾ ഒന്നാം പാലും രണ്ടാം പാലും ഒഴിച്ച് പായസം നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല കട്ടിയായി തുടങ്ങി. ഇപ്പോൾ ഇത് തവി മാത്രം വെച്ച് ഇളക്കിയാൽ ഇനി അടി പിടിക്കാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മളെന്ത് ചെയ്യും, അടി പിടിക്കാതിരിക്കാൻ ചട്ടുകം കൂടി വെച്ച് ഇളക്കുകയാണ്. അപ്പോൾ ചട്ടുകത്തിൻ്റെയും തവിയുടെയും സഹായത്തിൽ നമ്മളിത് ഇളക്കി കുറുകി വരികയാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ച ഏലക്കായും ചുക്കുമുണ്ട്, അതുകൂടി ഇതിലിട്ട് ഇളക്കാം. കാരണം ഇനി അടുത്ത് നമുക്ക് ഒന്നാം പാൽ മാത്രമേ ഒഴിക്കാനുള്ളൂ. ഒന്നാം പാൽ ഒഴിച്ചാൽ നമ്മൾ അധികം തിളപ്പിക്കില്ല. ഒന്നാം പാലൊഴിച്ച് ഈ കുറുകിയ പായസം ഒന്ന് നെടുകി ഒന്ന് ചെറിയ തിള വരുമ്പോൾ നമുക്ക് ഇത് ഓഫ് ചെയ്യാം. അപ്പോൾ ഏലക്കായുടെയും ചുക്കിൻ്റെയും എസൻസ് നന്നായി പായസത്തിൽ ചേരാൻ വേണ്ടിയാണ് നമ്മൾ കുറച്ച് നേരത്തെ ഇടുന്നത്. അപ്പോൾ ഇതിൽ ഒത്തിരി ഒന്ന് തിളയ്ക്കപ്പോഴത്തേക്ക് ഇതിൻ്റെ ഗുണം ഒത്തിരി ഇതിലോട്ട് ഇറങ്ങും. പിന്നെ ചുക്ക് നമ്മൾ ഇടുന്നതെന്ന് വെച്ചാൽ കടലപ്പരിപ്പ് ഗ്യാസ് ഉണ്ടാക്കുന്ന സാധനമാണ്. അപ്പോൾ ഗ്യാസ് ഉള്ളവർക്ക് കടലപ്പരിപ്പ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിൻ്റെ ഗ്യാസിനെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയും കൂടിയാണ് നമ്മൾ ചുക്ക് ചേർക്കുന്നത്. അപ്പോൾ ചുക്ക് ഇഞ്ചിയിൽ നിന്ന് എടുക്കുന്നതാണല്ലോ, ഇഞ്ചി ഗ്യാസ് കുറയ്ക്കുന്ന ഒരു സാധനം കൂടിയാണ്. അപ്പം ചുക്കും ഏലക്കായും എല്ലാം കൂടി ഇട്ട് നമ്മൾ നന്നായി ഇളക്കി. ഇപ്പോൾ നമുക്ക് ഇത് മതി, ഈ പരുവായിട്ടുണ്ട്. ഇനിയും കടലപ്പായസം ഇനിയും ഇളക്കി കട്ടിയാക്കി കഴിഞ്ഞാൽ നമ്മൾ തണുക്കപ്പോഴത്തേക്ക് നമുക്ക് ഇലയിൽ വിളമ്പാനോ കപ്പിൽ കുടിക്കാനോ പറ്റാത്തത്രയും കട്ടിയായി പോകും. കടലപ്പരിപ്പ് പെട്ടെന്ന് കുറുകി വരും. അപ്പോൾ ഇനി അടുത്ത് നമ്മൾ ഒന്നാം പാലും കൂടെ ഒഴിക്കുകയാണ്. ഒന്നാം പാലും കൂടെ ഒഴിച്ച് നമ്മൾ നന്നായി ഇളക്കും. അപ്പോൾ ഒന്നാം പാലും കൂടെ ഒഴിച്ച്, ഒന്നാം പാലാണ്, ഒന്നാം പാൽ കുറച്ചുകൂടെ ഉണ്ടായിരുന്നു, ഞാൻ വീഡിയോ എടുക്കുന്നതിന് മുമ്പ് കുറച്ചുകൂടി വീഴ്ത്തി. ഇപ്പോൾ ലാസ്റ്റ് അതിൻ്റെ കുറച്ച് വരുന്നതാണ്. അപ്പോൾ ഈ ഒന്നാം പാൽ ഇളക്കി, ഒന്നാം പാൽ തിള വന്ന ഉടനെ തന്നെ നമുക്ക് പിന്നെ ചേർക്കുന്നത്, നമുക്ക് ഇതിനൊരു ടേസ്റ്റ് കൂടെ ഒരു സൂത്രപ്പണിയും കൂടെ ഉണ്ട്. അപ്പോൾ ഈ ഒന്നാം പാലൊന്ന് തിള വരപ്പോൾ നമ്മൾ അടുത്ത് ചെയ്യാനുള്ള, നമ്മൾ പാലുണ്ടല്ലോ പശുവിൻ പാൽ, അത് കുറച്ച് പശുവും പാൽ, ഇപ്പോൾ ഞാനിവിടെ മിൽമ പാലാണ് എടുത്തത്. മിൽമ പാൽ ഒരു അര ഗ്ലാസ് പാൽ മതിയാവും, അതിലേക്കൊന്ന് വീത്തുക. മിൽമ പാലൊന്ന് ഇളക്കി, ഇതും അത് ഒത്തിരി നേരം തിളപ്പിക്കേണ്ട. ഈ പാൽ ഒന്നാം പാൽ തിളച്ച് വന്ന് കുറച്ച് കഴിയപ്പോഴാണ് നമ്മൾ തിള വന്ന ഉടനെയാണ് മിൽമ പാൽ ഒഴിക്കുന്നത്. അതും ഒന്ന് തിളച്ച് വന്നതിന് ശേഷം പിന്നെ അടുത്തൊരു സൂത്രപ്പണി എന്ന് വെച്ചാൽ 1 സ്പൂൺ പഞ്ചസാര കൂടി ചേർക്കാൻ. നമ്മൾ ശർക്കരയാണ് ഇട്ടത്, എന്നാൽ ഈ ടേസ്റ്റിന് വേണ്ടി 1 സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് നന്നായി ഇളക്കുക. ഇപ്പോൾ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്, കറക്റ്റ് പരുവത്തിലായിട്ടുണ്ട്, കട്ടിയെല്ലാം കറക്റ്റിനായിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഗ്ലാസ്സുകളിൽ വീത്തി കുടിക്കാനുള്ള പരുവമായിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. കടലപ്പായസത്തിന് ചേർക്കാനുള്ള അടുത്ത ചേരുവകൾ എന്താണെന്ന് നോക്കാം. ഇനിയുള്ള ചേരുവകളാണ് കടലപ്പായസത്തിൻ്റെ രുചിയും മണവും കൂട്ടുന്നത്. നമ്മളൊരു ചീനിച്ചട്ടി ഗ്യാസിലേക്ക് വെച്ച് കത്തിക്കുന്നു. ചീനിച്ചട്ടി ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ നെയ്യ് കുറച്ച് ഒഴിക്കുന്നു. നെയ്യ് മുരുകി വരുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച തേങ്ങയുണ്ട്, ഉണക്കത്തേങ്ങ നമ്മൾ പൊട്ടിച്ച് ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റി വെച്ചിരുന്നു. ആ ഉണക്കത്തേങ്ങ ഈ നെയ്യിലേക്ക് ഇടുന്നു. ഉണക്കത്തേങ്ങ നെയ്യ് കിടന്ന് നന്നായി മിക്സായി, ഇതിപ്പോൾ നല്ല ഫ്ലെയിമിലാണ് നമ്മൾ ഇട്ടേക്കുന്നത്. എന്നിട്ടിത് കരിയാതെ നമ്മളിത് ഇളക്കി കൊടുക്കണം. കരിയാതെ ഉണക്കത്തേങ്ങ നെയ്യുമായിട്ട് മിക്സായി ഉണക്കത്തേങ്ങ മൂത്ത് വരുന്ന പരുവം വരെ നമ്മൾ ഇളക്കിയിടുക. ഇതിനിടയ്ക്ക് കരിയാതെ നോക്കേണ്ടതാണ്. അതിപ്പോൾ ഏകദേശം നമ്മൾ ഉണക്കത്തേങ്ങ മൂത്ത് വന്നു. ഇനി നമ്മൾ ചെയ്യുന്നത്, നമ്മൾ അണ്ടിപ്പരിപ്പ് എടുത്ത് കഴുകി വെച്ചിട്ടുണ്ട്, കാഷ്നട്ട്, അതിനെ എടുത്ത് ഇതിലേക്ക് ഇടുക. ഈ കാഷ്നട്ടും ഉണക്ക തേങ്ങയും കുറച്ച് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മളടുത്ത് കിസ്മിസ്, അതായത് ഉണക്കമുന്തിരിയും കഴുകി വെച്ചിട്ടുണ്ട്, അതും കൂടി എടുത്ത് ഇതിലേക്ക് മിക്സ് ചെയ്യുക. ഇതിലേക്കിട്ട് ഇളക്കുക. ഉണക്കമുന്തിരി കരിയാതെ നോക്കുക. ഇത് നല്ല വീർത്ത് വരും, നല്ല ബലൂൺ പോലെ പെരുകി വരുന്നതാണ് പരുവം. ഈ സമയത്ത് നമ്മൾ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതെടുത്ത് പായസത്തിലേക്ക് വീഴ്ത്തി നന്നായി മിക്സ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ കടലപ്പരിപ്പ് പായസം റെഡി ആയിട്ടുണ്ട്. നല്ല രുചികരമായ കടലപ്പരിപ്പ് പായസം റെഡി ആയിട്ടുണ്ട്. നന്നായി ഒന്ന് ഇത് ഇളക്കി ചേർക്കാം. നമുക്ക് കറക്റ്റ് പരുവത്തിനുള്ള റെഡി ആയിട്ടുണ്ട്. നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. ഈ പായസം നമുക്കൊരു ചെറിയ ബൗളിലേക്ക് വീത്താം.
ഇതേ നോക്കിയേ, നല്ല രുചികരമായ പായസമാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. ഇതെല്ലാം നമ്മൾ ചെറിയൊരു ബൗളിലേക്ക് ആക്കിയിട്ടുണ്ട്. ബൗളിൽ നിന്ന് ചെറിയ ബൗളിലേക്കാക്കി നമുക്ക് കഴിച്ചു നോക്കാം. വളരെ രുചികരമായ കടലപ്പായസം റെഡിയായി. എല്ലാവർക്കും ഇത് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്.